458.54 to 608.65 ആണോ? ആണോ? ഓക്കെ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കട്ടാ. വളരെ എളുപ്പമാണ്, കാര്യം മനസ്സിലാക്കിയ ചെയ്യാൻ. ആ സമയത്ത് ചെയ്യാൻ കിട്ടാതെ വരരുത്. പിന്നെ നമ്മള് കോൺഫിഡൻസ് ഇന്റർവൽ ഫോർ ദ വേരിയൻസ് ഓഫ് ദ നോർമൽ പോപ്പുലേഷൻ ആണ് പറഞ്ഞത്. അതിന്റെ കോൺഫിഡൻസ് ഇന്റർവെൽ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിട്ടിയത് നമുക്ക് n² / (α/2) n² / (1 - α/2) എന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആണോ? ഇനി അത് വെച്ചിട്ടുള്ള പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു. എങ്ങനെയാണ് ഒരു പ്രോബ്ലം കിട്ടിയ σ² കോൺഫിഡൻസ് ഇന്റർവെൽ കാണാം. A random sample of size 15 from a normal population a random sample of size 15 from a normal population gives x bar equal to 3.2 and s² equal to 4.24. Determine a random sample of size 15 from a normal population gives x bar equal to 3.2 and s² equal to 4.24. s². Determine the 90% confidence limits. Determine the 90% confidence limits for σ². എഴുതിയോ? ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് n equal to 15 എന്ന് തന്നിട്ടുണ്ട്, s² equal to 4.24 എന്ന് തന്നിട്ടുണ്ട്. We need to find the 90% confidence interval or confidence limit for σ². അപ്പോ 1 - α എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടിയത്? തന്നിരിക്കുന്നത് 1 - α എന്താ തന്നിരിക്കുന്നത്? 0.90 അല്ലേ? അപ്പൊ ആൽഫ എത്ര വരിക? 0.1 ആണോ? അപ്പൊ α/2 എത്ര വരിക? 0.05. 1 - α/2 എത്ര വരിക? 1 - 0.05 equal to 0.95. So 90% confidence interval for σ² is എന്താ വരിക? ns² / (chi² α/2) അല്ലേ? ജനറൽ ഇന്റർവെൽ എന്താ? ns² / (chi² α/2) ആണ്. ദാറ്റ് ഈസ് chi² α/2 എന്ന് പറഞ്ഞാൽ 0.05. ഇനി അടുത്തത് ns² / (chi² 1 - α/2) ദാറ്റ് ഈസ് chi² 0.95. അപ്പൊ ഇതാണ് ഇന്റർവെല്. ഇതിൽ നമുക്ക് n അറിയാം, തന്നിട്ടുണ്ട് 15. s² നമുക്ക് തന്നിട്ടുണ്ട് 4.24. നമുക്ക് ഇനി അറിയേണ്ടത് chi² 0.05 chi² 0.95. അപ്പൊ ഒരു
കൈ സ്ക്വയർ ടേബിൾ നോക്കണമെങ്കിൽ നമുക്ക് ആൽഫയുടെ വാല്യൂസും അറിയണം, പിന്നെ എന്തറിയണം, ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും അറിയണം. അപ്പൊ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മുടെ ഡിഗ്രി, അതായത് കൈ സ്ക്വയർ ടേബിളിൽ അല്ലെങ്കിൽ കൈ സ്ക്വയർ യൂസ് ചെയ്തുകൊണ്ടുള്ള കോൺഫിഡൻസ് ഇന്റർവെല്ലിൽ നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1 ആണ്. കാരണം n(s²/σ²) ഫോളോസ് കൈ സ്ക്വയർ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയതുകൊണ്ട്. എല്ലാവരും കൈ സ്ക്വയർ ടേബിൾ എടുക്കുക. കൈ സ്ക്വയറിന്റെ ടേബിൾ എടുക്കൂ. അയച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ? കൈ സ്ക്വയർ ടേബിളില് ഏറ്റവും മേളിൽ തന്നിരിക്കുന്നത് ഈ വാല്യൂസ് ആൽഫയുടെ വാല്യൂസും ഈ താഴത്തേക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, ഈ തന്നിരിക്കുന്ന വാല്യൂസ് കാണുന്നില്ലേ? ബോർഡ് ടേബിള് കാണാൻ പറ്റുന്നില്ലേ? ഈ വാല്യൂസ് ആണ് ആൽഫ വാല്യൂസ്. ഈ വി എന്ന എഴുതിയിട്ട് താഴത്തേക്ക് തന്നിരിക്കുന്നതാണ് അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പൊ ഈ ആൽഫയ്ക്കും ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n-1 ആണെന്ന് പറഞ്ഞു. n-1 എന്ന് പറഞ്ഞാൽ 15 - 1 14 ആണ് നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരിക. ഇനി ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ കൈ സ്ക്വയർ 0.05 കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. 0.05 എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് ഈ 0.05, ഈ 0.05നും 14നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വാല്യൂ, അതാണ് കൈ സ്ക്വയർ 0.05 വരിക. മനസ്സിലായോ? ആൽഫയുടെ വാല്യൂ ആദ്യത്തെ 0.05 ആണ്. ഇവിടെ നോക്കുക, 0.05 അല്ലേ ഇവിടെ ആൽഫയുടെ വാല്യൂ. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മാറ്റമൊന്നുമില്ല, 14 തന്നെ. സോ 14നും 0.05ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 23.7. അപ്പൊ ഇതാണ് ഈ ടേബിൾ വാല്യൂ വരിക. കൈ സ്ക്വയർ 14, 0.05 ഈക്വൽ ടു 23.7. ഇനി അടുത്തത് വേണ്ടത് കൈ സ്ക്വയർ 14, 0.95 ആണ്. കാരണം ഇവിടെ 1 - α/2 ആണ്. അപ്പൊ 0.95 എന്ന് പറയുമ്പോ ഇവിടെ 0.95 ഉണ്ട്, അതിനും 14നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയത്? 6.57. അതാണ് ഇവിടുത്തെ ടേബിൾ വാല്യൂ വരിക, 6.57. മനസ്സിലായോ ടേബിൾ വാല്യൂ നോക്കാൻ? ആൽഫയുടെ വാല്യൂ എന്താണോ അതിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഉള്ളത്, അതിന് രണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും ടേബിൾ വാല്യൂ. മനസ്സിലായോ ടേബിൾ നോക്കാൻ? അപ്പൊ ഇനി എന്ത് ചെയ്യാ? എന്നിന്റെ വാല്യൂയും എസ് സ്ക്വയറിന്റെ വാല്യൂയും ഈ ടേബിൾ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് കോൺഫിഡൻസ് ലിമിറ്റ്സ്. അതായത് 15 × 4.24 ഡിവൈഡഡ് ബൈ 23.7, അതാണ് ആദ്യത്തെ ലിമിറ്റ്. ദെൻ 15 × 4.24 ഡിവൈഡഡ് ബൈ 6.57, അതാണ് രണ്ടാമത്തെ കോൺഫിഡൻസ് ലിമിറ്റ്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കോൺഫിഡൻസ് ഇന്റർവെൽ. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയണോ? എന്നാ ചെയ്യൂ. തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതുക, പിന്നെ കോൺഫിഡൻസ് ഇന്റർവെൽ എന്താന്ന് ഏതാന്ന് എഴുതുക. എന്നിട്ട് അതിൽ ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അത് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുക. എഴുതിക്കോളൂ. given n = 15, s² = 4.24. Here 1 - α = 0.90. Then alpha = 0.1. α/2 = 0.05. 1 - α/2 = 1 - 0.05 = 0.95. Then the 90% confidence interval for sigma square is എന്നിട്ട് ഇന്റർവെൽ ആയിട്ട് n²/chi² 0.05, n²/chi² 0.95. From chi² table we have chi² 14, ഈ വാല്യൂ ട്ടോ. From chi² table we have chi² 14, 0.05 equal to ഇത്, chi² 14, 0.95 equal to 6.57.
ഞാൻ പറയാം. കൈ സ്ക്വയർ എപ്പോഴും നമ്മൾ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുമ്പോ നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വേണം, പിന്നെ ആൽഫയുടെ വാല്യൂ വേണം, എന്നാലേ ടേബിൾ വാല്യൂ കിട്ടുള്ളൂ. ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഓരോ സ്റ്റാറ്റിസ്റ്റിക്കിനനുസരിച്ചാണ്. നമ്മൾ ഇവിടെ ഇന്റർവെല്ല് കണ്ടുപിടിച്ചത് n²/σ² ഫോളോസ് chi square with n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എടുത്തിട്ടാണ്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺഫിഡൻസ് ഇന്റർവെല്ലിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും n-1, ആൽഫ ആയിരിക്കും. അപ്പൊ n-1 എന്ന് പറഞ്ഞാൽ 15 - 1 14. അപ്പൊ അത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് എഴുതുകയാണ്. അത് എഴുതാതെ വെറുതെ chi².05 എഴുതിയാലും തെറ്റൊന്നുമില്ല. പക്ഷെ ഏത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ആ വാല്യൂ കിട്ടി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് 14, 0.05 എന്ന് നമ്മൾ എഴുതുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. എഴുതിയോ? എഴുതിയോ? മിസ് എഴുതി. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതാം. ഫൈൻഡ് 95% confidence interval. Find 95% confidence interval for the population variance consider 95% confidence interval for the population variance of the following data. Find the 95% confidence interval for the population variance of the following data. Data പറയട്ടെ. 97, 75, 124, 106, 120, 131, 94, 97, 96, 102. അപ്പൊ ഇവിടെ നമുക്ക് n അറിയാം. എത്ര n? 10 തന്നിരിക്കുന്നത്. സാമ്പിൾ വേരിയൻസ് കണ്ടുപിടിക്കണം. s² തന്നിരിക്കുന്ന ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ബാക്കി ടേബിളിൽ നിന്നുള്ള വാല്യൂസ് കൂടി കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത ക്ലാസ്സിൽ ആവുമ്പോഴേക്കും ചെയ്യാലോ? മനസ്സിലായില്ലേ? n എന്ന് പറഞ്ഞാൽ 10, s² എന്ന് പറഞ്ഞാൽ 1/n summation xi - x bar whole square. x bar തന്നിരിക്കുന്ന ഡാറ്റയെന്ന് കണ്ടുപിടിക്കുക.
അത് കഴിഞ്ഞിട്ട് എസ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ കോൺഫിഡൻസ് ഇന്റർവെൽ എന്ന് പറയുമ്പോൾ എൻ എസ് സ്ക്വയർ ബൈ എത്രയായിരുന്നു 95%. എത്ര പറഞ്ഞ 95%. So 1 minus alpha എന്ന് പറഞ്ഞാൽ 0.95, ആൽഫ എന്ന് പറഞ്ഞാൽ 0.05, ആൽഫ ബൈ 2 എന്ന് പറഞ്ഞാൽ 0.025 അല്ലേ? അപ്പൊ ഇതിനനുസരിച്ചുള്ള ടേബിൾ വാല്യൂസ്. അപ്പൊ കൈ സ്ക്വയർ 0.05 അതല്ലേ വരിക. ആൽഫ എന്ന് പറയുമ്പോ പിന്നെ അടുത്തത് എന്താ വരിക? എൻ എസ് സ്ക്വയർ ബൈ 1 മൈനസ് 0.025 എന്താ വരിക? 0.975. കൈ സ്ക്വയർ 0.975. ഈ രണ്ട് വാല്യൂസ് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുക ഫോർ 9 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്. കാരണം n-1 എന്ന് പറഞ്ഞാൽ 9 ആണ്. ഇത് രണ്ടും തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് ഇന്റർവെല് കാൽക്കുലേറ്റ് ചെയ്യുക. ചെയ്തൂടെ? മനസ്സിലായോ? ഇവിടെ പറയണോ? മനസ്സിലായി. ഓക്കെ. അടുത്ത എഴുതുക. കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ ദ പ്രൊപ്പോർഷൻ ഓഫ് സക്സസ് ഓഫ് എ ബൈനോമിയൽ പോപ്പുലേഷൻ. കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ ദ proportion of success of a binomial population. അതായത് ബൈനോമിയൽ പോപ്പുലേഷന്റെ പ്രൊപ്പോർഷൻ ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ പി ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക അല്ലെ? അപ്പൊ പിയുടെ കോൺഫിഡൻസ് ഇന്റർവെല്ലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ലെറ്റ് പി ഡാഷ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ എൻ ബി ദ പ്രൊപ്പോർഷൻ ഓഫ് സക്സസ്. പ്രൊപ്പോർഷൻ ഓഫ് success of a sample of size n. P dash equal to x by n denote the proportion of success of a sample of size n drawn from a binomial population with parameters n and p. P എന്ന് പറയുന്നത് unknown ആണ്. ഓക്കെ, നമുക്ക് P യുടെ ആണ് കോൺഫിഡൻസ് ഇന്റർവെല് കണ്ടുപിടിക്കേണ്ടത്. n is assumed to be large. n നമ്മൾ ഇവിടെ ലാർജ് ആയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബൈ സെൻട്രൽ ലിമിറ്റ് തിയറം we can write P dash minus P divided by root of PQ by N follows N01 standard normal distribution for large N. ഇതിന് നമ്മൾ Z എന്ന് പേര് കൊടുക്കുന്നു. അതായത് P ഡാഷിൽ നിന്ന് അതിന്റെ എക്സ്പെക്റ്റഡ് വാല്യൂ സബ്ട്രാക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ വേരിയബിൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും. അതാണ് ഇവിടെ ഈ സ്റ്റാറ്റിസ്റ്റിക് എടുക്കാനുള്ള കാരണം. ഇപ്പൊ ഏതൊരു കോൺഫിഡൻസ് ഇന്റർവെൽ ആണെങ്കിലും അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കുകൾ ഓർമ്മിച്ച് വെക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ആസ് യൂഷ്വൽ നമ്മള് മീനിന്റെ കേസിലൊക്കെ ചെയ്ത പോലെ തന്നെ ഫ്രം സ്റ്റാൻഡേർഡ് നോർമൽ tables we can write probability that minus z alpha by 2 less than or equal to z less than or equal to z alpha by 2 equal to 1 minus alpha. അപ്പൊ ഏതിലും ഇങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക് ആണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ കോൺഫിഡൻസ് ഇന്റർവെൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. പിയുടെ കോൺഫിഡൻസ് ഇന്റർവെൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ആ പോപ്പുലേഷനിൽ നിന്നുള്ള ഒരു സാമ്പിൾ ആണ് x1 x2 എക്സെട്ര xn. സാമ്പിൾ ഓഫ് സൈസ് n ആണ്. ആ സാമ്പിളിന്റെ പ്രൊപ്പോർഷനെ നമ്മൾ p ഡാഷ് എന്ന് ഡിഫൈൻ ചെയ്തു. p ഡാഷ് ഈക്വൽ ടു x by n denote the proportion of success of a sample of size n. ഇനി p എന്ന് പറയുന്നത് unknown ആണ്. n is assumed to be large. അങ്ങനെയാണെങ്കിൽ ബൈ സെൻട്രൽ ലിമിറ്റ് തിയറം p ഡാഷ് മൈനസ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് p ഡാഷ്, അതാണ് p, ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് p ഡാഷ്. എങ്ങനെ p ആയി എന്ന് മനസ്സിലായോ? p ഡാഷ് x by n അല്ലേ? സോ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് p ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് x by n, that is 1 by n into expected value of x.
എക്സ് എന്ന് പറയുന്നത് ഒരു ബൈനോമിയൽ വേരിയബിൾ ആണ്. ബൈനോമിയലിന്റെ ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എൻ പി ആണ്. എന്നും എന്നും ക്യാൻസൽ ചെയ്ത് പോയാൽ പി കിട്ടും. അങ്ങനെയാണ് ഇവിടെ പി വന്നത്. അല്ലെ, ഏതൊരു വേരിയബിളിൽ നിന്നും അതിന്റെ മീൻ സബ്ട്രാക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുമെന്ന് നമ്മൾ സെൻട്രൽ ലിമിറ്റ് തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇനി വേരിയൻസ് ഓഫ് പി ഡാഷ് എന്താ വരിക? പി ഡാഷ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് എക്സ് ബൈ എൻ അല്ലെ, ദാറ്റ് ഈസ് 1/n² ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് എന്ന് വരും. 1/n² ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് എന്താ? എൻ പി ക്യൂ അല്ലെ. അപ്പൊ ഒരു എൻ ക്യാൻസൽ ചെയ്ത് പോയിട്ട് പി ക്യൂ ബൈ എൻ എന്ന് കിട്ടും വേരിയൻസ്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് ആണ്, പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതുകൊണ്ടാണ് ഇവിടെ റൂട്ട് ഓഫ് പി ക്യൂ ബൈ എൻ എന്ന് വന്നത്. മനസ്സിലായോ? വെറുതെ എഴുതുകയല്ല. ഒരു വേരിയബിളിൽ നിന്ന് അതിന്റെ മീൻ സബ്ട്രാക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും when n tends to infinity എന്നുള്ളതാണ് സെൻട്രൽ ലിമിറ്റ് തിയറം പറയുന്നത്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ Z എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക് എഴുതിയത്. ക്ലിയർ ആയോ? ഇനി നമ്മൾ ആസ് യൂഷ്വൽ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടി. നമ്മൾ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമലിന്റെ ഗ്രാഫ് എങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് α/2 എടുത്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ടും α/2 എടുത്താൽ ഇത് -Z∝/2ഉം ഇവിടെയാണ് 0, ഇത് +Z∝/2 ആണ്. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 - α. അങ്ങനെയാണ് പ്രോബിലിറ്റി ദാറ്റ് -Z∝/2 മുതൽ +Z∝/2 വരെയുള്ള പ്രോബിലിറ്റി 1 - α എന്ന് എഴുതിയത്. ഇനി നമുക്ക് ഇത്ര എഴുതിയതിനു ശേഷം ബാക്കി കണ്ടുപിടിക്കാം. എഴുതൂ. Let p dash let x1 x2 etc xn let x1 x2 etc xn be a sample of size n drawn from a binomial population with parameters with parameters n and p, with parameters n and p, where p is unknown, and n is assumed to be known and large. N is assumed to be known and large. N is assumed to be known and large. Then we know that Z equal to p dash minus p divided by root of pq by n follows n01. Z equal to p dash minus p divided by root of pq by n follows n01 for large n. എഴുതിയോ? From the area property of standard normal distribution,
from the area property of standard normal distribution. From the area property of standard normal distribution, we have the probability that minus z alpha by 2 less than or equal to z less than or equal to z alpha by 2 equal to 1 minus alpha. മിസ് ചെയ്ത് ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇസഡിന്റെ സ്ഥാനത്ത് ആ സ്റ്റാറ്റിസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടെ ശ്രദ്ധിക്കുക, അപ്പൊ എഴുതണ്ട. Probability that minus z alpha by 2 less than or equal to p dash minus p divided by root of pq by n less than or equal to z alpha by 2 equal to 1 minus alpha. ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പൊ എഴുതരുത്. നമുക്ക് വേണ്ടത് p ആണ്. അപ്പൊ p മാത്രമേ ഇവിടെ വരാൻ പാടുള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ ലെഫ്റ്റിക്കും റൈറ്റിക്കും കൊണ്ടുപോകണം. അപ്പൊ എന്ത് വരും? Probability that minus z alpha by 2 into root of pq by n less than or equal to my p dash minus p less than or equal to z alpha by 2 into root of pq by n equal to 1 minus alpha. It is equal to, ഇനി ഇവിടെ p dash പോണെങ്കിൽ ഒരു മൈനസ് p dash കൊണ്ട് നമ്മൾ ആഡ് ചെയ്യണം. സോ മൈനസ് p dash minus z alpha by 2 into root of pq by n ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ മൈനസ് പി ഡാഷ് ചെയ്താൽ പി ഡാഷും മൈനസ് പി ഡാഷും ക്യാൻസൽ ചെയ്തു പോകും. മൈനസ് പി മാത്രമാവും. മൈനസ് പി ഡാഷ് പ്ലസ് ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് പി ക്യൂ ബൈ എൻ ഈക്വൽ ടു 1 മൈനസ് ആൽഫ. ഇനി മൈനസ് കളയണം, നമുക്ക് പി ആണ് വേണ്ടത്. സോ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണു. എന്ത് വരും? പ്രോബിലിറ്റി ദാറ്റ് പി ഡാഷ് പ്ലസ് ഇസഡ് ആൽഫ ബൈ 2, ഒരു മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പൊ ഈ മൈനസ് ടേമുകളൊക്കെ പോസിറ്റീവ് ആവും. ഇനിക്വാളിറ്റി ചേഞ്ച് ചെയ്തിട്ടത് greater than or equal to p greater than or equal to p dash minus z alpha by 2 into root of pq by n equal to 1 minus alpha. ഇനി ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ probability that p dash minus z alpha by 2 into root of pq by n less than or equal to p less than or equal to p dash plus z alpha by 2 into root of pq by n equal to 1 minus alpha. മനസ്സിലായോ എത്ര എഴുതിയത്? നമ്മള് മുന്നേ ചെയ്ത പോലെ തന്നെ ഒന്നുകൂടി പറയണോ? മനസ്സിലായി. എഴുതൂ. തുടക്കം മുതൽ ഈ ലാസ്റ്റ് സ്റ്റെപ്പ് വരെ എഴുതാ. എഴുതി കഴിഞ്ഞാൽ പറയാം. less than or equal to p dash minus p by root pq by n less than or equal to z alpha by 2 equal to 1 minus alpha. Probability of minus z alpha by 2 root of pq by n less than or equal to p dash minus p less than or equal to z alpha by 2 into root of pq by n that is equal to 1 minus alpha. Probability of minus p dash minus z alpha by 2 root of pq by n less than or equal to minus p less than or equal to minus p dash plus z alpha by 2 root of pq by n that is equal to 1 minus alpha. Probability of p dash plus z alpha by 2 root of pq by n greater than or equal to p greater than or equal to p dash minus z alpha by 2
root of pq by n that is equal to 1 minus alpha. ഇവിടെ മറ്റുള്ള ഇതുണ്ടോ? മറ്റേത് ഇടണമല്ലോ. അതായത് പി ഓഫ് പി ഡാഷ് മൈനസ് സെഡ് ആൽഫ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് പി ക്യൂ ബൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഡാഷ് പ്ലസ് സെഡ് ആൽഫ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് പി ക്യൂ ബൈ എൻ that is equal to 1 minus alpha. P dash minus z alpha by 2 root of pq by n less than or equal to pb dash plus. Okay. മിസ് എല്ലാവരും ക്യാമറ ഓഫ് നോക്കിയിട്ട് ഇരിക്കണില്ല. എഴുതി കഴിഞ്ഞു. ഓക്കെ, എല്ലാവരെയും കഴിഞ്ഞോ? ആർക്കെങ്കിലും തീരാത്തുണ്ടോ? അതിന്റെ താഴെ എഴുതാ. താഴെ എഴുതാ. സിൻസ് പി ഈസ് unknown, since P is unknown, we can replace P and Q by their unbiased estimators. P dash and Q dash. Thus the 100 into 1 minus alpha percentage. Confidence interval for P is P dash minus Z alpha by 2 into root of P dash Q dash by N, comma P dash plus Z alpha by 2 into root of P dash Q dash by N, where P dash equal to X by N, Q dash equal to 1 minus P dash, and Z alpha by 2 can be determined from the standard normal tables for a given alpha. ഇവിടെ നമുക്ക് പിയും ക്യൂവും, പി അൺനോൺ ആണെങ്കിൽ ക്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ പിനെ നമ്മൾ അതിന്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റ് ആയിട്ടുള്ള പി ഡാഷ് വെച്ച് റീപ്ലേസ് ചെയ്തു. സോ ഓട്ടോമാറ്റിക്കലി ക്യൂ വിൽ ബി റീപ്ലേസ്ഡ് ആസ് ക്യൂ ഡാഷ് equal to 1 minus P dash. എഴുതിയോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാ. A medical study showed 57 of
57 of 300%, 57 of 300%, 57 of 300% failed to recover from a particular disease. Find 95% confidence interval. Find 95% confidence interval for the mortality rate of the disease. Find 95% confidence interval for the mortality rate of the disease. Mortality rate of the disease. എഴുതിയോ? ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? n equal to 300. ഈ 300-ല് 57% fail to recover from a particular disease. So നമ്മുടെ x എന്ന് പറയുന്നത് 57 ആണ്. So the sample proportion P dash will be x by n equal to 57 divided by 300. Some 0.9 എന്ന് കിട്ടും. P dash കിട്ടിയാൽ ഇനി നമുക്ക് Q dash എന്ന് പറഞ്ഞാൽ 1 minus P dash ആണ്. That is 1 minus 0.19 equal to 0.81. So ഇവിടെ നമുക്ക് 1 minus alpha is 0.95. So alpha will be 0.05. അങ്ങനെയാണെങ്കിൽ Z alpha by 2 എന്ന് പറയുന്നത് 1.96. അത് നമ്മൾ ഓൾറെഡി സ്റ്റാൻഡേർഡ് നോർമലിന്റെ ടേബിൾ വാല്യൂസ് എഴുതി വെച്ചിട്ടുണ്ട്. Z alpha by 2 equal to 1.96. So 95% confidence interval for P is എന്താ വരിക? P dash minus P dash എന്ന് പറഞ്ഞാൽ 0.19 minus Z alpha by 2 എന്ന് പറഞ്ഞാൽ 1.96 into root 1.96 വെച്ചൊക്കെ 1.96 into root of P dash Q dash. P dash എന്ന് പറഞ്ഞാൽ 0.19 into Q dash എന്ന് പറഞ്ഞാൽ 0.81. P dash Q dash divided by n, that is 300. അടുത്ത ലിമിറ്റ് വരിക 0.19 plus 1.96 into root of 0.19 into 0.81 divided by 300. മനസ്സിലായ? മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പ്രൊപ്പോർഷൻ ആണ്, പോപ്പുലേഷന്റെ പ്രൊപ്പോർഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് ബൈ ഇന്റർവൽ എസ്റ്റിമേഷൻ. അപ്പൊ തന്നിരിക്കുന്നത് n equal to 300 x equal to 57 ആണ്. സോ P dash will be x by n equal to 0.19. അതൊന്ന് നമ്മൾ Q dash കണ്ടുപിടിച്ചു. 95% കോൺഫിഡൻസ് ഇന്റർവൽ ആണ് നമുക്ക് വേണ്ടത്. സോ 1 minus alpha 0.95 ആണെങ്കിൽ alpha 0.05. Then the corresponding Z alpha by 2 will be 1.96. ഇനി ജസ്റ്റ് ആ ഇന്റർവെല്ലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? മനസ്സിലായി. ചെയ്തോളൂ, ചെയ്തു കഴിഞ്ഞാൽ പറയൂ. Probability of success is equal to 57. അപ്പോൾ P dash equal to 57 by 300. That is equal to 0.19. Q dash equal to 1 minus P dash, that is equal to 1 minus 0.19, that is equal to 0.81. പിന്നെ 1 minus alpha equal to 0.95 implies that alpha equal to 0.05. Then Z alpha by 2 equal to
1.96. 95% of confidence interval for P is P dash അത് എഴുതണ്ടല്ലേ. അപ്പോൾ 0.19 മൈനസ് 1.96 ഇൻറ്റു റൂട്ട് ഓഫ് 0.19 ഇൻറ്റു 0.81 ഡിവൈഡഡ് ബൈ 300 0.19 പ്ലസ് 1.96 ഇൻറ്റു റൂട്ട് ഓഫ് 0.19 ഇൻറ്റു 0.81 ഡിവൈഡഡ് ബൈ 300. Okay, 0.19 1.6 0.19 into 0.8 0.81 divided by 300. 0.91 into okay. 0.145 plus comma 0.234 0.19 plus കഴിഞ്ഞോ? എത്ര കിട്ടിയേ ഇന്റർവെല് എത്ര കിട്ടിയേ? 0.145 0.234 ആണോ മിസ്? 0.145 0.234. 0.23. ഇതാണ് കിട്ടേണ്ട ഇന്റർവെല് കേട്ടാ. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ ലോവർ ലിമിറ്റ് 0.145 അപ്പർ ലിമിറ്റ് 0.234. ഓക്കെ, ചെയ്യാൻ മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതോ. Out of 250 insects, out of 250 insects, out of 250 insects treated with a certain insecticide, treated with a certain insecticides, comma 180 were killed. 180 were killed. Find 95% confidence interval. Find 95% confidence interval for the proportion of insects likely to be killed by these insecticides in future use.
ഓക്കെ, എഴുതിയോ? ഈ ക്വസ്റ്റ്യനും തൊട്ട് മുന്നേ കൈ സ്ക്വയറിന്റെ തന്ന ക്വസ്റ്റ്യനും ചെയ്യുക അടുത്ത ക്ലാസ് ആവുമ്പോഴേക്കും. ഓക്കെ, ഇനി ഇതിൽ ഒരു കോൺഫിഡൻസ് ഇന്റർവെൽ കൂടിയേ പറയാനുള്ളൂ. അത് കഴിഞ്ഞ ഈ മൊഡ്യൂള് കഴിഞ്ഞു, നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് പോകണം. അതിന്റെ കൂടെ തന്നെ സെക്കൻഡ് സെം പഠിക്കുക. സെക്കൻഡ് സെമ്മിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഞാൻ അയച്ചു തന്നിരുന്നു. അതില് ഞാൻ കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ റൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിമല കോളേജിൽ നിങ്ങളുടെ അതേ സിലബസിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തന്നിരുന്നു. ഇതൊക്കെ അറ്റ്ലീസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം എല്ലാവരും ആൻസർ ചെയ്യുക. ഫുൾ ആയിട്ടൊരു പേപ്പർ എടുത്തിട്ട് ആദ്യം മുതൽ ക്വസ്റ്റ്യൻ എഴുതി ആൻസർ ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആവുള്ളൂ. പരീക്ഷയ്ക്ക് ആദ്യം കാണുന്ന പോലെ ആയിരിക്കില്ല ക്വസ്റ്റ്യൻസ്. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തും കൂടി നമ്മൾ പഠിക്കണം. സിലബസ് മാത്രം, അതായത് നോട്ട് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ പോരാന്ന് കേട്ടോ. അത് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. കുറച്ചു പേര് എന്നോട് ഡൗട്ട് ചോദിച്ചിരുന്നു. അത് നിങ്ങൾ എപ്പോഴാണ് ഫ്രീ ആവണമെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞോളൂ. ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഇരിക്കാം ഗൂഗിൾ മീറ്റില്. ഓക്കെ, അപ്പൊ എന്നാണെന്ന് ഞാൻ പറയാം. എന്തായാലും സെക്കൻഡ് സെമ്മിന്റെ പരീക്ഷയ്ക്ക് മുന്നേ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഫസ്റ്റ് വീക്ക് നമുക്ക് ചെയ്യാം, തിങ്കളോ ചൊവ്വയായിട്ട്. നിങ്ങൾ പരീക്ഷ ഫെബ്രുവരിയിലല്ലേ? ഫെബ്രുവരി. അപ്പൊ ഓക്കെ, അപ്പൊ അതിന് മുന്നേ ചെയ്യാം. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ആ ഗൂഗിൾ മീറ്റിൽ